കൂട്ടുകാരെ, ഉച്ചയ്ക്ക് ചോറിനോട് കൂട്ടാനായിട്ട് വേറെ കറിയൊന്നുമില്ല. ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് മാത്രം മതി കേട്ടോ. ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ കണ്ണും പൂട്ടി കഴിക്കും. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് തക്കാളി എന്ന് വെച്ചാൽ ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കുക. ചിലർ കടുക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. ഈ കടുക് ഇടുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളിക്ക് മുന്നേ കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്ത് അടിപൊളിയായിട്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ തന്നെ കിടന്ന് ആ തക്കാളിയുടെ ആ ജ്യൂസിൽ തന്നെ കിടന്ന് ഇത് നല്ലോണം വെന്ത് വരും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തോളൂ. പെരുംജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു കറിയും വേണ്ട, ഇത് മാത്രം മതി. വേറൊരു ഇൻഗ്രീഡിയൻസ് നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. മുളക് പൊടിയും പെരുംജീരകവും തക്കാളിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് ഇത് മാത്രം കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്ര ടാറ്റാ ബൈ ബൈ.